ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു വെയിറ്റ് ലോസ് കഞ്ഞിയെക്കുറിച്ചാണ് കാണുന്നത്. ഞാൻ പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു പൗഡർ റെഡി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് പൗഡർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു കുറുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഇതിൽ കാണാം. ലൈക്ക് നമുക്ക് ഈ പൗഡറിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ കറുപ്പ് കവണി അരസി എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബ്ലാക്ക് കളറിലിരിക്കും. സോ അത് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് വന്നിട്ട് കൊള്ള്, അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ജീരകം, ഈ നമുക്ക് വന്നിട്ട് ചോളം മഞ്ഞ കളർ ചോളം, അതുപോലെ തന്നെ വെള്ളച്ചോളം എടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് വന്നിട്ട് റാഗി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വന്നിട്ട് വിശപ്പടക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സോ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് നല്ല വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വന്നിട്ട് നല്ല വറുത്ത് പൗഡർ ചെയ്ത് വെച്ചിട്ടുള്ള മിശ്രിതമാണിത്. സോ ഇതൊക്കെ നമുക്ക് പൗഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് ആ പൗഡറിൻ്റെ കൺസിസ്റ്റൻസി. നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഈ പൗഡർ നമുക്ക് വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം വീട്ടിൽ. ഈ പൗഡർ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ് ടൈം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ഇങ്ങനെ കഞ്ഞി പോലെ ഉണ്ടാക്കി കൊടുക്കാം, കഞ്ഞി പോലെ ഉണ്ടാക്കി കുടിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് വന്നിട്ട് ഡെയിലി കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് വന്നിട്ട് അട പോലെ ഉണ്ടാക്കാം. ലൈക്ക് നമുക്ക് വന്നിട്ട് ചപ്പാത്തി, തിക്കായിട്ടുള്ള ചപ്പാത്തി പോലെ അല്ലെങ്കിൽ നമുക്ക് റൊട്ടി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എന്തായാലും നമുക്കൊന്ന് ഈ പൗഡർ ഇൻടേക്ക് ചെയ്യുന്നത് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഈ പൗഡറിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഈ കഞ്ഞി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ പൗഡറിൽ നിന്ന് ജസ്റ്റ് 2 സ്പൂൺ എടുത്താൽ മതി. നമുക്ക് കൂടുതൽ എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ നമുക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര അളവ് എടുക്കണോ അതുപോലെ എടുത്താൽ മതി. സോ ഇത് 2 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. 2 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നുമില്ലാതെ നല്ല മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാം. ഞാനിത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പും ചേർക്കാറില്ല. കാരണം ഇതിൽ നമുക്ക് വന്നിട്ട് ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളി, ബ്ലാക്ക് പെപ്പർ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. ലൈറ്റായിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല കുറുക്കിയെടുക്കാം. ഇതിൽ നമുക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ഓനിയൻ കട്ട് ചെയ്തിടുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ഈ കുറുക്കി എടുത്തിട്ട് നല്ല തണുത്തതിന് ശേഷം മോരൊഴിച്ച് കലക്കി കുടിക്കാം. ഇല്ലെങ്കിൽ നമുക്കൊന്ന് തൈര് മിക്സ് ചെയ്ത് കുടിക്കാം. എങ്ങനെയായാലും നമുക്കൊന്ന് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. ഞാനിപ്പോൾ ഇതിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് ആനിയൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഇത് നമുക്ക് വന്നിട്ട് ചെറു ചൂടോട് തന്നെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയ്ക്ക് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. Thank you for watching my video. Bye bye.